അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു, വത്ലു അലൈഹിം നബഅ ബനൈ ആദമ ബിൽ ഹഖ് ഇദ് ഖറബാ ഖുർബാന ഫതുഖബ്ബില മിൻ അഹദിഹിമാ വലം യുതഖബ്ബൽ മിനൽ ആഖർ. ഖുർആനിലെ 5-ാമത്തെ സൂറത്തിലെ 27-ാമത്തെ ആയത്താൽ നബിയെ പറഞ്ഞു കൊടുക്കുക, വത്ലു അലൈഹിം അവർക്ക് പറഞ്ഞു കൊടുക്കൂ, നബഅ ബനൈ ആദമ ആദമിന്റെ 2 മക്കളുടെ ചരിത്രം അവർക്ക് പറഞ്ഞു കൊടുക്കുക, ബിൽ ഹഖി അതിന്റെ സത്യസന്ധമായ രൂപത്തിൽ. എന്താണ് അവർ ചെയ്തത്? ഇത് ഖറബ ഖുർബാന. ആ രണ്ടാളെന്ന് പറയുന്നത് ആദം നബിയുടെ 2 മക്കളാണ്. മൂത്തയാളായ കാബീൽ, രണ്ടാമനായ ഹാബീൽ. ഈ 2 മക്കളുടെ ചരിത്രം സത്യസന്ധമായ രീതിയിൽ പറഞ്ഞു കൊടുക്കുക. സത്യസന്ധമായ രീതിയിൽ പറയാൻ പറഞ്ഞത്, അക്കാലത്ത് പ്രവാചകന്റെ കാലത്ത് അറബികൾക്കിടയിൽ ഇവരെക്കുറിച്ചുള്ള ചരിത്രത്തിൽ ചില കൂട്ടിച്ചേർക്കലുകളും വാസ്തവവിരുദ്ധമായ പരാമർശങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നബിയോട് സത്യസന്ധമായ കഥ പറഞ്ഞു കൊടുക്കാൻ അല്ലാഹു തആല പറയുന്നത്. ആ 2 പേരും എന്ത് ചെയ്തു? ഇത് ഖറബ ഖുർബാന, അള്ളാഹുവിന് വേണ്ടി ഒരു ബലിയർപ്പണം നടത്തി. 2 പേരും ബലിയർപ്പിച്ചു, അല്ലെങ്കിൽ വഴിപാട് നടത്തി. ഫതുഖബ്ബില മിൻ അഹദിഹിമാ ആ 2 ആളുകളിൽ നിന്ന് ഒരാളുടെ വഴിപാട് അള്ളാഹു സ്വീകരിച്ചു. വലം യുതഖബ്ബൽ മിനൽ ആഖർ അപരനിൽ നിന്ന് അള്ളാഹു അത് തള്ളിക്കളയുകയും ചെയ്തു. അപ്പൊ ഈ വഴിപാട് സ്വീകരിക്കപ്പെട്ട വ്യക്തിയോട് സ്വീകരിക്കപ്പെടാത്ത വ്യക്തി പറഞ്ഞില്ല, അഖ്തുലന്നക് തീർച്ചയായും ഞാൻ നിന്നെ കൊല്ലുക തന്നെ ചെയ്യും. മൂത്തയാൾ കാബീല് രണ്ടാമനോട് പറഞ്ഞു, രണ്ടാമന്റെ നേർച്ചയാണ് അല്ലാഹു സ്വീകരിച്ചത്. അവൻ സത്യസന്ധനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു. എന്നാൽ മൂത്തവനായ കാബീൽ ധിക്കാരിയായിരുന്നു, അവൻ അഹങ്കാരിയായിരുന്നു. അതുകൊണ്ട് അല്ലാഹു അവന്റെ വഴിപാട് സ്വീകരിച്ചില്ല, ഇളയവന്റെ വഴിപാട് സ്വീകരിച്ചു. അപ്പൊ മൂത്തവൻ ഇളയവനോട് പറഞ്ഞില്ല, അഖ്തുലന്നക് തീർച്ചയായും ഞാൻ നിന്നെ കൊല്ലുക തന്നെ ചെയ്യും. അതുപോലെ കൊന്നുകളഞ്ഞു. തമിഴ്നാട് രാമേശ്വരം, അവിടെയാണ് ഹാബീലിന്റെ ഖബർ. പോയിട്ടുണ്ടോ? പോണം. പെരുന്നാപ്പൊടിയൊക്കെ കിട്ടുമ്പോ എന്ത് ചെയ്യണം? ഈ സ്ഥലമൊക്കെ ഒന്ന് പോയി കാണണം. തമിഴ്നാട് രാമേശ്വരത്ത് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് ശേഷം ആദം നബിയും അദ്ദേഹത്തിന്റെ മക്കളും ഇറങ്ങി താമസിച്ചത് തമിഴ്നാട്ടിലായിരുന്നു. അങ്ങനെയാണ് ചരിത്രം. അവിടെ വെച്ചാണ് ഈ കൊലപാതകം നടക്കുന്നത്. അവിടെ ഖബറുണ്ട്, അസാധാരണമായ വലിപ്പത്തിലുള്ള ഖബർ. അത് ആദം നബിയുടെ 2ാമത്തെ മകന്റെ ഖബറാണ്, APJയുടെ നാട്ടിൽ. അപ്പൊ ഈ മൂത്തവൻ പറഞ്ഞു, നിന്നെ ഞാൻ കൊല്ലും. അപ്പൊ ഇളയവൻ പറഞ്ഞു, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ തീർച്ചയായും അല്ലാഹു എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കുന്നത് മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരിൽ നിന്ന് മാത്രമാണ് അല്ലാഹു എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കുകയുള്ളൂ. ഇത് അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ്. അവസാനം പറഞ്ഞത് ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. റമദാനിന്റെ അവസാന നിമിഷത്തിലാണ് നാം നിലകൊള്ളുന്നത്. ഈ സമയത്ത് ഗൗരവത്തോടു കൂടി മനസ്സിലാക്കണം, തീർച്ചയായും അല്ലാഹു അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളിൽ നിന്ന് മാത്രമേ കർമ്മങ്ങൾ സ്വീകരിക്കുകയുള്ളൂ. മുൻഗാമികളായ ആളുകളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയിരുന്ന ഒരു വചനമാണിത്. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ തീർച്ചയായും അല്ലാഹു മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമേ കർമ്മങ്ങൾ സ്വീകരിക്കുകയുള്ളൂ. നമ്മള് റമദാനായിട്ട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു, പക്ഷെ അത് അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ നമുക്കറിയില്ല. സ്വീകരിക്കണമെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ നിബന്ധന മുത്തഖിയായിരിക്കണം. അല്ലാഹുവിന് വേണ്ടി മാത്രം ആ കർമ്മങ്ങൾ ചെയ്ത ആളായിരിക്കണം. ബഹുമാനപ്പെട്ട അബൂദർദ റളിയല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഒരു നമസ്കാരം അല്ലാഹു സ്വീകരിക്കലാണ്,
ദുനിയാവും ദുനിയാവിലുള്ള മുഴുവൻ വസ്തുക്കളും എനിക്ക് കിട്ടുന്നതിനേക്കാളും നല്ലത്. കാരണം അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമേ അള്ളാഹു കർമ്മങ്ങൾ സ്വീകരിക്കുകയുള്ളൂ എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടുള്ള ഒരു നമസ്കാരം അള്ളാഹു സ്വീകരിക്കലാണ് ദുനിയാവും ദുനിയാവിലുള്ള മുഴുവൻ വസ്തുക്കളും എനിക്ക് കിട്ടുന്നതിനേക്കാൾ നല്ലത്. അപ്പൊ അദ്ദേഹത്തിന്റെയും ആശങ്ക അതാണ്. ഒത്തിരി ചെയ്തിട്ട് കാര്യമില്ല, ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുകയും അത് അല്ലാഹു സ്വീകരിക്കാനുള്ള പരുവത്തിലേക്ക് മാറ്റിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വിശ്വാസിയുടെ ബാധ്യത. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അദ്ദേഹം പറയുന്നു, ഈ ഭൂമി മുഴുവനും സ്വർണം കിട്ടുന്നതിനേക്കാളും എനിക്കിഷ്ടമുള്ള ഒരു കാര്യം ലഅൻ അകൂന അഅലമ അന്നല്ലാഹ തഖബ്ബല മിന്നി അമലൻ, ഞാൻ ചെയ്ത ഒരു കാര്യം അല്ലാഹു സ്വീകരിച്ചു എന്ന് ഞാൻ അറിയലാണ് ഈ ലോകം മുഴുവനും സ്വർണം കിട്ടുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല. അപ്പൊ അവരൊക്കെ സഹാബാക്കളാണ്, സഹാബാക്കളിൽ പ്രമുഖരായ ആളുകളാണ്. അപ്പൊ അവരുടെ ആശങ്ക പോലും, അവരുടെ ആദി പോലും അല്ലാഹു ഞാൻ ചെയ്ത കർമ്മങ്ങൾ സ്വീകരിച്ചോ ഇല്ലയോ എന്നുള്ള വിഷയത്തിലായിരുന്നു. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു തആല, ഉമർ റളിയല്ലാഹുവിന്റെ മകനാണ്, അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഒരു യാചകൻ വന്നപ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു തആല തന്റെ മകനോട് പറഞ്ഞു, മോനെ, ആ യാചകന് ഒരു ദീനാർ എടുത്തു കൊടുക്ക്, ആ അലമാരയിൽ ഇരിക്കുന്ന ഒരു ദീനാർ എടുത്ത് യാചകന് കൊടുക്ക്. അപ്പോ ഈ മകൻ പറഞ്ഞു, തഖബ്ബലല്ലാഹു മിൻക യാ അബത്ത, വാപ്പ നിങ്ങൾ കൊടുക്കുന്ന ഈ ഒരു ദീനാർ അല്ലാഹു സ്വീകരിക്കട്ടെ. അങ്ങനെയാണല്ലോ, നമ്മൾ എന്ത് കൊടുത്താലും അത് വാങ്ങുന്ന ആള് പറയും, അല്ലെങ്കിൽ കൊടുക്കുന്ന ആള് പറയും അല്ലാഹു തഖബ്ബലല്ലാഹു, ഇത് സ്വീകരിക്കട്ടെ. അപ്പൊ ഉമർ റളിയല്ലാഹു തആല അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മോനെ, ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ, എന്തറിഞ്ഞിരുന്നെങ്കിൽ, ഞാൻ ജീവിതത്തിൽ ചെയ്ത ഒരു സുജൂദ്, അല്ലെങ്കിൽ ഞാൻ ജീവിതത്തിൽ ദാനം ചെയ്ത ഒരു ദിർഹം, ആ ദിർഹം അല്ലാഹു സ്വീകരിച്ചോ ഇല്ലയോ എന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് സമാധാനത്തോടുകൂടി മരിക്കാമായിരുന്നല്ലോ. കാരണം നിനക്കറിയുമല്ലോ അല്ലാഹു ആരിൽ നിന്നാണ് സ്വീകരിക്കുന്നത്. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമല്ലേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജീവിതത്തിൽ ചെയ്ത ഒരു സുജൂദ്, അല്ലെങ്കിൽ ഞാൻ ദാനം ചെയ്ത ഒരു ദിർഹം, അത് അല്ലാഹു സ്വീകരിച്ചോ ഇല്ലയോ എന്നുള്ള വിവരം ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ നല്ലതായിരുന്നു മോനെ എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു തആല. അവരൊക്കെ സഹാബാക്കളാണല്ലോ, സഹാബാക്കളിൽ തലതൊട്ടപ്പന്മാരാ, കുലപതിമാരാ. അപ്പൊ അവരുടെയൊക്കെ ആശങ്ക ഇതാണ്, ഒരു സുജൂദ് എല്ലാമല്ല, ഒന്ന് അല്ലാഹു സ്വീകരിച്ചാൽ മതി, അല്ലെങ്കിൽ കൊടുത്ത ഒരു രൂപ സ്വതക്ക അല്ലാഹു സ്വീകരിച്ചാൽ മതി. നമ്മൾ ആരുടെ കൂട്ടത്തിൽ പെടും? മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ പെടും. കാരണം മുത്തഖീങ്ങളിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഏതൊരു കാര്യവും തഖ്വയോടുകൂടി ചെയ്യണമെന്ന് പറഞ്ഞത്. തഖ്വ മാത്രമല്ല, ഒരു കാര്യം ചെയ്തതിന് ശേഷം അത് സ്വീകരിക്കാൻ വേണ്ടി ദുആ ചെയ്യണം, അതോടൊപ്പം ഇസ്തിഗ്ഫാറും പറയണമെന്നാണ്. സ്വീകരിക്കാൻ വേണ്ടി ദുആ ചെയ്യണം, അതോടൊപ്പം എന്ത് ചെയ്യണം? ഇസ്തിഗ്ഫാറും പറയണം. കാരണം ഹജ്ജിനെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ ഹജ്ജിന്റെ കർമ്മങ്ങളെല്ലാം ചെയ്ത് നിങ്ങൾ വിരമിച്ചതിന് ശേഷം വസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തുക എന്ന് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്. റമദാൻ ചിലപ്പോ ഇന്ന് വൈകുന്നേരത്തോടു കൂടി അസ്തമിക്കും, നാളെ ചിലപ്പോൾ പെരുന്നാൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ റമദാനിന്റെ അവസാന നിമിഷത്തിൽ നാം നിലകൊള്ളുമ്പോ ആത്മാർത്ഥമായി നമ്മൾ ചെയ്ത കർമ്മങ്ങൾ അല്ലാഹു പൂർണ്ണമായ രീതിയിൽ സ്വീകരിക്കാനും നമ്മയും നമുക്ക് വേണ്ടപ്പെട്ട ആളുകളെയും മുത്തഖീങ്ങളുടെ പട്ടികയിലേക്ക് പേര് ചേർക്കപ്പെടാനും
ജീവിതത്തിൽ വന്നുപോയ പാളിച്ചകൾ ഇസ്തിഗ്ഫാർ കൊണ്ട് പരിഹരിക്കാനും നമ്മൾ തയ്യാറായില്ലെങ്കിൽ നമ്മുടെ എല്ലാം അമലുകൾ വെള്ളത്തിൽ വരച്ചതുപോലെയാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു അവസ്ഥയിലേക്ക് നമ്മെ എത്തിക്കാതിരിക്കുമാറാവട്ടെ. നമ്മുടെ ചെയ്ത മുഴുവൻ സൽക്കർമ്മങ്ങളും അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വരാൻ പോകുന്ന പെരുന്നാൾ അതിന്റെ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് ആഘോഷിക്കാനും ആ നന്മയിൽ പങ്കാളികളാകാനുമുള്ള മഹാഭാഗ്യം നൽകി അല്ലാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക. പെരുന്നാൾ നമസ്കാരം കൃത്യം 8:30 തന്നെ ആരംഭിക്കും. ഉസ്താദ് വന്നില്ലെങ്കിലും 8:30 തന്നെ ആരംഭിക്കും. ആ സമയത്തിൽ മാറ്റം ഉണ്ടാവൂല. അതുകൊണ്ട് എല്ലാവരും നേരത്തെ തന്നെ പള്ളിയിലേക്ക് വന്നിരിക്കുക ഇൻഷാ അല്ലാഹ്.